യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം നമ്മളിലൂടെ എപ്പോഴും മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67-ാം തിരുവചനം. അവൻ്റെ പിതാവായ സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കുക എന്നുള്ളത്. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ ചെയ്യേണ്ടത് അവരെ ഓർത്ത് പ്രവചിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മക്കളെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. മക്കളെ നോക്കി നിങ്ങൾ അനുഗ്രഹിക്കണം. ജീവിതത്തെ നോക്കി നിങ്ങൾ നന്ദി പറയണം. ജീവിത പങ്കാളിയെ നോക്കി നിങ്ങൾ ദൈവത്തിന് സ്തുതി പറയണം. ജീവിത പങ്കാളിയുടെ നന്മയ്ക്കായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രവചിക്കണം. നമ്മുടെ ജീവിതത്തെ തന്നെ നോക്കി നിങ്ങൾ പ്രവചിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവം ഇടപെടുന്ന അവസരം വരും. യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ നാശത്തിന് കാരണം അവൻ്റെ നാവാണ്. നിങ്ങൾ നാവ് കൊണ്ട് എന്താണോ പറയുന്നത് അത് നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ആയതിനാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾക്ക് എന്താണോ നേടേണ്ടത്, നമ്മുടെ കുടുംബത്തിന് എന്താണോ ആവശ്യമുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് ലക്ഷ്യമാണോ കൈവരിക്കേണ്ടത്, മക്കൾ ഏത് നിലയിൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇതിനെയെല്ലാം നോക്കി പ്രവചിക്കാൻ തുടങ്ങും. സഖറിയ പ്രവചിച്ചതുപോലെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി നിങ്ങളും പ്രവചിക്കുവാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അനുഗ്രഹമുള്ളതായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു നടത്തിത്തരട്ടെ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നീ പ്രവചിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നടക്കും. ഏത് അസാധ്യ കാര്യമാണെങ്കിലും അത് സംഭവിക്കും. ദൈവവചനം പറയുന്നു, നിനക്ക് കടുവമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതൊരു പ്രവചനമാണ്. നീ പ്രവചിക്കുക, നിന്റെ ജീവിതം ഐശ്വര്യപൂർണമായി മാറും. കർത്താവിൻ്റെ സമാധാനം ഇന്നും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.